ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയ അർജുൻ്റെയും ജോർജുട്ടയുടെയും കണ്ണിൻ്റെ മുന്നിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ പ്രിയ ചെല്ലുന്നത് ശങ്കറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ശങ്കറിനെ ഫോൺ വിളിക്കുകയാണ്. നന്ദൻ്റെ വീട്ടിലേക്ക് ചെന്ന ശേഷം പുറത്ത് നിന്നിട്ട് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അങ്കിൾ, ഞാനിവിടെ പുറത്ത് വന്നിട്ടുണ്ട്, അങ്കിൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരണം എന്നങ്ങ് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കണം കേട്ടോ. എന്നിട്ട് ശങ്കർ നന്ദൻ കാണാതെ പതിയെ ആരും കാണാതെ തന്നെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ തന്നെ താഴേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗേറ്റിനടുത്ത് ചെന്ന ശേഷം ശങ്കർ ഒരുപാട് അങ്ങ് തിരയാണ് കേട്ടോ. തിരയുന്ന സമയത്തൊന്നും അവിടെ പ്രിയേനെ കാണില്ല കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ശങ്കർ പ്രിയേനെ വീണ്ടും ഫോൺ വിളിച്ചിട്ട് ചെവിയിൽ ഫോണൊക്കെ വെച്ച ശേഷം പ്രിയ നീ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ തന്നെ പ്രിയ ശങ്കറിൻ്റെ പുറകിലൂടെ അങ്ങ് ചെന്നിട്ട് ശങ്കറിൻ്റെ ഷോൾഡറിൽ അങ്ങ് പിടിക്കാൻ കേട്ടോ. അപ്പോൾ ശങ്കർ ആരാണ് എന്നെ പിടിച്ചത് എന്നുള്ളത് നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു കറുത്ത അപായ ഇട്ടിട്ട് ഒരു ആളെ കാണുമ്പോൾ ശങ്കർ ആകെ അങ്ങ് പേടിക്കാൻ കേട്ടോ. എന്നിട്ട് ശങ്കർ പേടിച്ചിട്ട് കറുത്ത ഒരു രൂപം മാത്രം കാണുന്ന ശങ്കർ ആകെ അങ്ങ് ഞെട്ടിത്തെരിക്കാൻ കേട്ടോ. എന്നിട്ട് ശങ്കർ നിലത്തേക്ക് അങ്ങ് വീഴാൻ കേട്ടോ. പേടിച്ച് അലറിയും കൊണ്ട് അങ്ങ് നിലത്തേക്ക് അങ്ങ് വീഴാൻ കേട്ടോ. അപ്പോഴത്തേക്കും പ്രിയ മുഖംമൂടി അങ്ങ് മാറ്റാൻ കേട്ടോ. അങ്കിൾ പേടിക്കല്ലേ, ഒച്ചയുണ്ടാക്കല്ലേ, ഞാനാണ് പ്രിയ ആണ് എന്നങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പ്രിയനെ തെരഞ്ഞ് ഇന്ന് ജോർജൂട്ടിയും അർജുനും കൂടി വന്നിരുന്നു. പക്ഷേ അവരുടെ കണ്ണിൽ മുന്നിൽ നിന്ന് ഞാൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് പറയട്ടോ. ഇവിടെ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കർ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പൂജ ഇപ്പോൾ അറസ്റ്റിലാണ്, പൂജേനെ ഇപ്പോൾ ജയിലിലാണ്, നിന്നെ കാണാനില്ല എന്നതിൻ്റെ പേരിൽ നീ മരിച്ചു എന്നൊക്കെ നന്ദേട്ടൻ പോലീസിന് പരാതി കൊടുത്ത ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതിൻ്റെയൊക്കെ പിറകിൽ ഞാനും സേനാപതിയൊക്കെ കൂടി തന്നെയാണ് എന്നുള്ള കാര്യം ഒക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശങ്കർ നമ്മോട് പറയുന്നുണ്ട്, നീ അയച്ചു തന്ന ആ ഒരു ഡ്രസ്സാണ് തെളിവിനായിട്ട് പൂജയുടെ അലമാറയിൽ കൊണ്ടുവച്ചത് എന്നുള്ളതും ഒക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരെയും പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ പ്രിയക്ക്. അങ്ങനെ പ്രിയ ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇവിടെ മറഞ്ഞിരിക്കണം, അതിനിപ്പോൾ എവിടെയാണ് പറ്റിയ ഒരു സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും സേഫായ സ്ഥലം ഈ വീട് തന്നെയാണ്. അതുകൊണ്ട് നീ നന്ദേട്ടൻ അറിയാതെ ഈ വീട്ടിൽ കാണാതെ നീ താമസിക്കണമെന്ന് പറഞ്ഞിട്ട് ശങ്കർ റാം പ്രിയേനെയും കൂടിയിട്ട് വീട്ടിലേക്ക് തന്നെ നന്ദൻ്റെ വീട്ടിലേക്ക് തന്നെ അങ്ങ് കയറുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദൻ അറിയാതെ ഒളിച്ച് താമസിപ്പിക്കുകയാണ് കേട്ടോ ശങ്കർ. പിന്നീട് അർജുനാണെങ്കിലോ ആകെ ഒരു ദുസ്വപ്നം കണ്ട ശേഷം ഞെട്ടി എണീക്കുകയാണ് കേട്ടോ ഉറക്കത്തിൽ നിന്നും. അപ്പോൾ അർജുന ആകെ ഒരു സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ടാവും കേട്ടോ. ആ സമയത്ത് അവിടേക്ക് മാധുരി വരണം. എന്താ മോനെ, എന്താ പ്രശ്നം അർജുൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മേ പ്രിയനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം, ഞങ്ങളുടെ കൈയെത്തും ദൂരത്ത് അവളെന്നും ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് അവൾ മാഞ്ഞു പോയി എന്നുള്ളതും എത്രയും പെട്ടെന്ന് അവളെ പുറത്ത് കൊണ്ടുവരാതെ എൻ്റെ പൂജയെയും അരുണിമാൻ്റെയും എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വിഷമമൊക്കെ മാധുരിയോട് അർജുൻ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം, അവൾ മരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കണം, അതാണ് ഇനി മാർഗമുള്ളൂ, അവളെ കോടതിക്ക് മുൻപാകെ കൊണ്ടുചെന്ന് നിർത്തണം, എന്നാലാണ് അരുണിമാൻ്റെയും പൂജയെയും ഇനി രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ മാധുരിയോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ശങ്കർ റാമും നന്ദനും കൂടി ചായ കുടിക്കുന്ന ആ ഒരു സമയത്ത് ശങ്കർ റാമിനോട് നന്ദൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇന്നലെ രാത്രി നിന്നെ ആരാണ് കാണാൻ വന്നത് എന്നങ്ങ് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതോടുകൂടി ശങ്കർ റാം ആകെ അങ്ങ് പതറാണ് കേട്ടോ. പ്രിയേനെങ്ങാനും നന്ദേട്ടൻ കണ്ടിട്ടുണ്ടാകുമോ എന്നുള്ള ആ ഒരു പതർച്ചയാവും കേട്ടോ ശങ്കർ റാമിൻ്റെ മുഖത്ത്. ഇന്നലെ രാത്രി നിന്നെ കാണാൻ ആരാ വന്നത് എന്ന് ശങ്കറിനോട് ചോദിക്കുക. ഇല്ല ഏട്ടാ, ഏട്ടന് തോന്നിയതാവും, അല്ല നിന്നെ കാണാൻ ഇന്നലെ രാത്രി ആരോ വന്ന പോലെ എനിക്ക് തോന്നിയല്ലോ എന്ന് അത് എൻ്റെ പരിചയത്തിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ശങ്കർ റാം നന്ദനിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞ് മാറുകയാണ് കേട്ടോ.